ഞാൻ താങ്കളുടെ നിന്ന് തുടങ്ങാം. ഒരുപക്ഷെ അമ്പലവും പൂജയും പിന്നെ അങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് തുടങ്ങിയ വ്യക്തി എങ്ങനെയാണ് സിനിമയിലേക്ക് വന്ന് വിട്ടത്? അമ്പലവും ശരിയാണ്, അമ്പലം, പൂജ, ക്ഷേത്ര കാര്യങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഇല്ലത്തടുത്ത്, വീട്ടിലടുത്ത് തന്നെ, അങ്ങനെ തന്നെ പറയാം, ഇല്ലത്തടുത്ത് തന്നെ വേറൊരു ഇല്ലുണ്ടായിരുന്നു, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, വളരെ പോപ്പുലറാണ്, ചെറുവള്ളി വന എന്ന് പറയും. അവിടെ CR രാമൻ നമ്പൂതിരി കലാമണ്ഡലം. അപ്പോൾ കുട്ടിക്കാലം മുതൽ കഥകളി, ശാസ്ത്രീയ സംഗീതം, ദക്ഷിണാമൃതസ്വാമിയൊക്കെ എൻ്റെ മുത്തശ്ശൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, ഇല്ലത്തായിരുന്നു കുറേ കാലം താമസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വയ്ക്കത്ത് മുട്ടസ്സുമനയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ കലാപരമായ ആക്ടിവിറ്റീസിന് ധാരാളം സ്പേസ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അതിലൂടെ നമുക്ക് തുറന്നു കിട്ടിയത് ഈ പറയുന്ന പൂജയൊക്കെ മാറിയിട്ട് വേറൊരു ലോകമാണ്. അത് ഗ്രാജുവലായിട്ട് സിനിമയിലേക്കൊക്കെ മാറുക. ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ജോർജ് സാറിൻ്റെ അച്ചുവേട്ടൻ്റെ വീട് എന്ന് പറയുന്ന സിനിമയിൽ, ഭരതനാഥ് സാറിൻ്റെ സിനിമയാണ്. ആ സിനിമയുടെ പരസ്യത്തിൻ്റെ ചോട്ടിലൊരു ഒരു ഒരു കോളത്തിൽ ജോർജ് സാർ ആ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം എഴുതിയിരുന്നു. ആ സിനിമ കാണണം എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം. അപ്പോൾ അതിൽ ഡയറക്ടർ KG ജോർജ്, സംവിധായകൻ ദീപം കമലേശ്വരം, തിരുവനന്തപുരം എന്നൊരു അഡ്രസ്സുണ്ട്. ആ അഡ്രസ്സിലേക്ക് ഞാൻ ഇല്ലണ്ടിൽ ഒരു ലെറ്റർ അയച്ചു. സാർ, ഞാനിങ്ങനെ ശ്രീകാന്ത് എന്നാണ് പേര്, കഥകളി പഠിച്ചിട്ടുണ്ട്, ഇത്ര ഇങ്ങനെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്, എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നിട്ട് ലെറ്റർ എഴുതി അയച്ചു. അപ്പോൾ ആ ലെറ്ററിന് ജോർജ് സാർ എനിക്ക് മറുപടി അയച്ചു. തിരുവല്ലയിൽ ചിലങ്ക ഇതിൻ്റെ അടുത്തുള്ള അലങ്കാരം എന്ന് പറയുന്നത് അവിടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അന്ന് യാത്രയുടെ അന്ത്യം എന്നൊരു ഫിലിം ചെയ്യായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കൂടെ ചേർന്നു. താങ്കളൊരു നടനാണ്, സംവിധായകനാണ്, പാട്ടുകാരനാണ്, ഒരുപക്ഷെ സിനിമയിൽ എല്ലാ കാര്യങ്ങളിലും കണ്ടെത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ സംവിധാനത്തെക്കാൾ കൂടുതൽ അഭിനയം കംഫർട്ടബിളായി തുടങ്ങിയത്? ഇല്ല, അല്ല, ഇതൊന്നും അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടില്ല തമ്മിൽ. അല്ല, ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളെ പറ്റിയിട്ടാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നത്. അഭിനയിക്കുന്ന സിനിമകളെ പറ്റിയിട്ട് എൻ്റെ സംവിധായകരാണല്ലോ ആലോചിക്കുന്നത്. അപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നത് ഞാൻ ഡയറക്ഷൻ എന്തായാലും പോസിബിൾ ആവില്ല. കാരണം കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് എനിക്കിങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർ നല്ല പേഴ്സണലി നല്ല ബന്ധമുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചില ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷനിലേക്ക് തന്നെയാണ് തിരിച്ച് എൻ്റെ ഫോക്കസ്. ഒരു സ്ട്രഗിളിൻ്റെ കഥയാണ് ഞാൻ കേട്ടിടത്തോളം AB എന്നുള്ള സിനിമ. ഒരു സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ പല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്ത് വിജയിച്ച ആൾക്കാരുടെ കഥകൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊന്നൊരു ഒരു ചായ കിട്ടാതിരിക്കാൻ എന്താണ് ശ്രമിച്ചത് കഥാപാത്രത്തെ? ഞാൻ ശ്രമിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ശ്രീകാന്ത് ഏട്ടനും ഇതിൻ്റെ റൈറ്റർ സന്തോഷ് ചേച്ചിക്കാനും കൂടെ ഇവർ നടത്തിയിട്ടുള്ളൊരു ശ്രമമുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആവാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങൾ ആ തിരക്കഥയിലുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ചില കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുണ്ടായിരുന്നത്. പല സീനുകളും ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീൻ, അതായത് വിദൂര സാദൃശ്യത്തിലൊക്കെ ഉള്ള പല സിനിമകളും വന്നിട്ടുണ്ടാകും, പക്ഷേ ഒരു സീൻ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ സീൻ നമ്മൾ വേറൊരു പടത്തിലും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് സീനുകളുണ്ടായിരുന്നു. സിമിലർ ആയിട്ടുള്ള സീനുകൾ പല സിനിമകളിലും വരുമല്ലോ. പക്ഷേ AB ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത കാര്യം അതായിരുന്നു. അതായത് നമ്മൾ സിനിമകളിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള മുഹൂർത്തങ്ങളല്ല പല സമയത്തും നമുക്ക് സിനിമയിൽ ഉണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. നമുക്ക് ഓരോ ദിവസവും ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായിരുന്നു. അവൻ ജീവിക്കുന്നതേ പറക്കാനാ. തന്റെ മോൻ അവൻ പറക്കും. വയ്യാത്ത കൊച്ചു തുറന്ന് പറ്റിക്കാൻ നോക്കിയാണല്ലോ, വച്ചൂല ഞാൻ. ഒന്നുകിൽ ലാബ് അല്ലേ ലൈബ്രറി. നമുക്കിടയിലും വല്ല ആർക്കമിഡീസോ ഐൻസ്റ്റീനോ ഉണ്ടെന്ന് ആർക്കറിയാം. അപ്പം നിനക്ക് പറക്കണം. എന്റെ പൊന്നച്ചോ, ഇതിന്റെ ഗൗരവം അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. സംവിധാനോട് ചോദിക്കാനുള്ള, ഒരു സൂപ്പർ ഹീറോ ഇമേജുള്ള കഥാപാത്രങ്ങളൊന്നും അഭിനയിച്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര ലൗഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ ഹീറോയിസം കാണിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടില്ല. വളരെ സോഫ്റ്റായിട്ട് സട്ടിലായിട്ടുള്ള കഥാപാത്രങ്ങൾ, പിന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ. അങ്ങനെ ഒരു വ്യക്തിയെ തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടത്? തീർച്ചയായിട്ടും ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവച്ചാൽ ഇവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നില്ല ഇവൻ പറപ്പിക്കോ, സംശയം ഉണ്ടാവില്ല. വിനീതൊരാളെ ഇടിക്കും അല്ലെങ്കിൽ വിനീതൊരാളെ അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ
നമുക്ക് വിശ്വസിക്കില്ല. എൻ്റെ വീട്ടുകാർ വിശ്വസിക്കും. ആരും വിശ്വസിക്കില്ല. അപ്പോൾ അത് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒന്ന്, ഈ ഒരു കഥാപാത്രത്തിന് 4 കാലഘട്ടങ്ങളുണ്ട്. ഒരു 17 വയസ്സുള്ള വിനീതുണ്ട്, എബിയുണ്ട്. പിന്നെ 20-22 വയസ്സുള്ള എബിയുണ്ട്. 26-27 വയസ്സുള്ള എബിയുണ്ട്. സിനിമ തീരുന്നത് 30-32 വയസ്സുള്ള വിനീതിൻ്റെ ഈ പ്രായത്തിലുള്ള ഈ ഏതാണ്ട് ഇതേ കയറ്റമുള്ള മുടി മാത്രം കുറച്ച് അങ്ങനെ ഒരു വിനീതമുള്ള. അപ്പം ഈ 4 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളിലേക്കുള്ള ആ ഒരു വേഷപ്പകർച്ച എന്ന് നമ്മൾ പറയില്ലേ, ആ വേഷപ്പകർച്ചയ്ക്ക് നിലവിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളായിട്ട്, ഈ എബിക്ക് ആപ്റ്റായിട്ടുള്ള ആളായിട്ട് വിനീത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. സന്തോഷ് ശശികാന്തത്തിനും ഉറപ്പുണ്ടായിരുന്നു. എനിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എബി കുറച്ചുകൂടെ സട്ടിലായിരുന്നു. പക്ഷേ വിനീത് അതിന് ഭയങ്കര സെലിബ്രേഷനാണ്. എബി ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാണ്, അല്ലാണ്ട് എബിക്ക് സങ്കടങ്ങളൊന്നുമില്ല. എബിക്ക് കുട്ടിക്കാലത്തുണ്ടാവും ചെറിയ സങ്കടങ്ങൾ, നമുക്കാ സങ്കടമാവുക. എബിയുടെ അന്നത്തെ പ്രായം വെച്ചിട്ട് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, എബിയുടെ അന്നത്തെ ഒരു പ്രായം, അന്നത്തെ ഒരു എന്താ പറയുക, മാനസികാവസ്ഥയും വെച്ചിട്ട് എബി അതിനെ കടക്കുന്നുണ്ട്. എബി പിന്നെ മുഴുവൻ സെലിബ്രേഷനാണ്. താങ്കളൊരു സംവിധായകൻ കൂടെ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് കഴിയുമ്പോൾ പിന്നെ സംശയമായിരിക്കും ഇത് സംവിധായകൻ ഇഷ്ടപ്പെടുമോ. കാരണം താങ്കൾ എപ്പോഴെങ്കിലും അഭിനയിക്കുമ്പോൾ ഒരു സംവിധായകൻ്റെ ആംഗിളും കൂടെ ചിന്തിക്കുമോ? ഇല്ല, ഞാൻ മാക്സിമം അങ്ങനെ ചിന്തിക്കാണ്ടിരിക്കാൻ നോക്കും. പ്രത്യേകിച്ച് സെറ്റിലുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലെ അതിലോട്ട് നമ്മുടെ ശ്രദ്ധ പോകാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. നമുക്ക് ഒരു സംവിധായകനോട് വിശ്വാസം, എനിക്കൊരു സംവിധായകനോട് വിശ്വാസക്കുറവിൻ്റെ കാര്യമല്ല പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംവിധായകൻ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അഭിനയിച്ച് കഴിയുമ്പോൾ അവിടെ ഔട്ടിൽ പുള്ളി കണ്ടത് ശരിയായിരിക്കുമോ, ഞാൻ അഭിനയിച്ചത് ശരിയായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ വരുമെന്നാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കാണ്ടിരിക്കാൻ നോക്കും മാക്സിമം. ചില സമയത്തൊക്കെ ചില തോട്ട് ഇങ്ങനെ വരും, അത് അപ്പം തന്നെ കട്ട് ചെയ്യും. കാരണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഷോട്ടിന് ഞാൻ വന്നിരുന്നിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ശ്രീയേട്ടനെ ഇങ്ങനെ നോക്കിയപ്പോൾ ശ്രീയേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശ്രീയേട്ടനൊരു പൂർണ്ണ തൃപ്തി ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ചിലപ്പോൾ ശ്രീയേട്ടൻ വിചാരിച്ച രീതിയിലായിരിക്കില്ല, അപ്പോൾ ഒരു ഷോട്ടും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ശ്രീയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു വിനീതെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് എബിയാണ്, പക്ഷേ ഈ പ്രായത്തിലുള്ള എബിയിലേക്ക് എത്താത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ശ്രീയേട്ടനും ഞാനും സുരാജേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സുരാജേട്ടനും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തു. അതായത് എന്തോ ഒരു സാധനം മിസ്സിങ് ഉണ്ട് ആ ക്യാരക്ടറിൽ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് സുരാജേട്ടൻ അവിടെ ഹെൽപ്പ് ചെയ്തു. സുരാജേട്ടൻ എന്നോട് നീ ഇങ്ങനെ ചെയ്തു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ 1-2 സാധനങ്ങൾ ചെയ്തു നോക്കി. എന്നിട്ട് ഒരു ടേക്ക് പോയി. അതിലാണ് 3-ാം കാലഘട്ടത്തിലെ എബിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ അങ്ങോട്ട് ആ ഗ്രാഫ് പിടിച്ചിട്ടാണ്. ഈ ഗ്രാഫ് കിട്ടുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ആ ഗ്രാഫ് ശ്രീയേട്ടന് കറക്റ്റായിട്ട് തോന്നണം, എനിക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റണം. എബിയെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റായിരിക്കും, ലോക്കാവണം. അതിൽ പല നമ്മുടെ സിനിമയിൽ വന്ന് അഭിനയിച്ചിട്ടുള്ള പല ആർട്ടിസ്റ്റും അതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം ഹരീഷ് പേരാടി എന്ന് പറഞ്ഞ ആക്ടറില്ലേ, ഗംഭീര ആർട്ടിസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നത്. ഹരീഷ് ചേട്ടനുമായിട്ട് വർക്ക് ചെയ്തപ്പോൾ 2ാമത്തെ ദിവസം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഹരീഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഹരീഷ് ചേട്ടൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ഇന്ന സാധനമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ വിനീതേ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഈ എബി ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനൊരു സാധനം ഇവനിങ്ങനെ അറിയാതെ വരുന്ന പോലെ ഒരു സാധനം ശ്രീകാന്ത് ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. എപ്പോൾ വേണമെങ്കിലും പറക്കും. ഇവൻ ഇരിക്കുമ്പോഴൊക്കെ ഈ ഒരു സാധനം ഉണ്ട് ഇവന്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, കട്ടായല്ലോ അത്. അപ്പോൾ അല്ല, മാനസികമായിട്ട് കട്ടായിട്ടില്ല, പക്ഷേ ഫിസിക്കൽ ടാസ്കിങ് ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഹരീഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, ഇതിങ്ങനെ എനിക്ക് കാണിച്ചു തന്നു. ഇതവൻ്റെ ചിറക്, ഇതെപ്പോഴും അവൻ്റെ മൈൻഡിലുണ്ടാവും. ഈ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ ഒരു ഹാഫ് ഡേ ഞാനിത് പ്രാക്ടീസ് ചെയ്തു. ഞാൻ അപ്പുറത്തൊക്കെ പോയി നടന്ന് ഞാൻ ഈ സാധനമൊക്കെ പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്കിത് വെറുതെ ഇങ്ങനെ കാണിക്കുന്നതിനേക്കാളും ഭയങ്കര ഇയാൾ ചെയ്യാൻ സാധ്യത, കാരണം ഇവൻ്റെ മനസ്സിൽ ഫുൾ ടൈം ഇതാണ്, ഫ്ലൈയിങ് ആണ്. അപ്പോൾ ഇവനിത് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഫീൽ ചെയ്തു. എന്നിട്ട് നമ്മൾ 1-2 ഷോട്ടിൽ അത് ചെയ്തപ്പോൾ ശ്രീയേട്ടൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് കൊള്ളാലോ, ഞാൻ പറഞ്ഞു ഇത് എൻ്റെ അല്ല, ഇത് ഹരീഷ് ചേട്ടൻ്റെ എന്ന് പറഞ്ഞു.
ഒന്നുറങ്ങി കൺതുറന്ന് മുന്നിലിന്ന് വരൂ പ്രഭാതാർക്കരശ്മി പോലെ കാടിറങ്ങി മേടിറങ്ങി നാട് ചുറ്റി ഈ വിഹായസിൽ പാറുവാ ഉണരു നീ വിടരു നീ